ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഓൺലൈൻ ക്ലാസ് അഗെയിൻ. നമ്മൾ പാർട്ട് 7 കണ്ടു. പാർട്ടിക്കൽ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ക്വാണ്ടം തിയറി ഓഫ് പ്ലാങ്ക് കണ്ടു അല്ലേ? അഥവാ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഫസ്റ്റ് ലിമിറ്റേഷൻ ആയിരുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്താണ് ആ ലിമിറ്റേഷൻ? ഫസ്റ്റ് ലിമിറ്റേഷൻ ദാറ്റ് ഈസ് എന്തായിരുന്നു? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മളിനി അടുത്ത ലിമിറ്റേഷനിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് ലിമിറ്റേഷൻ, ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ ഗ്രാഫ് വരെ വരച്ചാണ് നമ്മൾ നിർത്തിയത്. സെക്കൻഡ് ലിമിറ്റേഷൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. സെക്കൻഡ് ലിമിറ്റേഷന്റെ പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. എന്താ പറയാ? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ആദ്യമായിട്ട് അറിയേണ്ടത്, ഈ ഒരു പ്രതിഭാസം കണ്ടെത്തിയത് ഡിസ്കവേർഡ് ബൈ ഹെൻറിച്ച് ഹെഡ്സ് ഇല്ലേ മക്കളെ? ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്ന ആ ഫിനോമിനൻ എന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കിപ്പോ സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു മെറ്റൽ ഉണ്ട്. ഇതെന്താണിത്? ഒരു മെറ്റൽ സർഫസ് ഉണ്ട്. എന്താ? മെറ്റൽ സർഫസ് നമുക്കുണ്ട്. ഈ മെറ്റലിന്റെ സർഫസിൽ അനേകം ഇലക്ട്രോണുകൾ ഉണ്ടാവും. എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെറ്റലിന്റെ ഷെല്ലുകളിലെ അവസാനത്തെ ഇലക്ട്രോണ് വളരെ ലൂസ്ലി ബൗണ്ടഡ് ആയിരിക്കും, വളരെ വീക്ക്ലി അട്രാക്റ്റഡ് ആയിരിക്കും, ദുർബലമായി ബന്ധിപ്പിക്കപ്പെട്ടതായിരിക്കും. ആ ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. വളരെ വീക്കായിട്ട് കിടക്കുന്ന മെറ്റൽ, ഇതൊരു മെറ്റലിന്റെ സർഫസ് ആണെങ്കിൽ, ഒരു മെറ്റലിന്റെ പീസ് ആണെങ്കിൽ അതിൽ അനേകം മെറ്റൽ ആറ്റംസ് ഉണ്ടായിരിക്കും. ആ മെറ്റലിന്റെ ആറ്റത്തിൽ ഏറ്റവും അവസാനത്തിൽ കിടക്കുന്ന ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഈ മെറ്റലുമായിട്ട് മെറ്റലിന്റെ ആറ്റവുമായിട്ട് വളരെ ബന്ധം കുറഞ്ഞ ഇലക്ട്രോൺ, ദുർബലമായി ബന്ധിപ്പിക്കപ്പെട്ട ഇലക്ട്രോൺസ്, വീക്ക്ലി ബൗണ്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസ്. ഇനി ആ ഇലക്ട്രോൺസ് എന്നുള്ള സംഗതി നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ. ഇനി ഇതിലേക്ക് ഒരു ബീം ഓഫ് ലൈറ്റ് വന്ന് എന്ത് ചെയ്യാണ്? ഫോളോ ചെയ്യാണ്. ബീം ഓഫ് ലൈറ്റ് ഒരു ലൈറ്റിന്റെ കൂട്ടം, അല്ലെങ്കിൽ ലൈറ്റ് ഒന്ന് ഫോളോ ചെയ്യണം. ബീം ഓഫ് ലൈറ്റ് ഓർ ബീം ഓഫ് ഫോട്ടോൺസ് വന്നതിൽ എന്ത് ചെയ്യാണ്? ഹിറ്റ് ചെയ്യണം. ഈ ഒരു മെറ്റലിന്റെ സർഫസിൽ ഫോട്ടോൺസ് വന്ന് എന്ത് ചെയ്യുന്നു? ഹിറ്റ് ചെയ്യുന്നു. ഫോട്ടോൺസ് വന്ന് ഹിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫോട്ടോൺ വന്നിട്ട് ഈ മെറ്റലിന്റെ ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ആ ഇലക്ട്രോൺ പുറത്തേക്ക് എന്ത് ചെയ്യും? തെറിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പുറത്തേക്ക് തെറിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു ഫോട്ടോൺ വന്നിട്ട് ഒരു ഇലക്ട്രോണിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോണ് തെറിച്ചു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്ത ഫോട്ടോൺ വന്ന് ഇലക്ട്രോണിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോണ് തെറിച്ചു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ മെറ്റലിന്റെ സർഫസിൽ വളരെ വീക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വീക്കായിട്ട് കിടക്കുന്ന ആ ഇലക്ട്രോൺസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ മെറ്റലിലേക്ക് ഒരു ലൈറ്റ് വന്ന് ഫോളോ ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോൺ അവിടുന്ന് അങ്ങ് എന്ത് ചെയ്യും? തെറിച്ചു പോകും, പുറത്തേക്ക് അങ്ങ് തെറിച്ചു പോകും. ആ തെറിച്ചു പോകുന്ന ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ആ ഫിനോമിനൻ, അതിന് പറയുന്ന പേരാണെന്ത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പൊ എന്താണ് മക്കളെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്, ഫിനോമിനൻ ആണ്. ആ ഫിനോമിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞേ? ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഇജക്ട് ചെയ്യുന്നു. ഇലക്ട്രോൺ പുറത്തേക്ക് തെറിച്ചു പോകുന്നു. ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ പുറത്തേക്ക് തെറിച്ചു പോകുന്ന ഒരു ഫിനോമിനൻ ആണ് എന്ത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണ് പുറത്തേക്ക് തെറിച്ചു പോകുന്ന ഫിനോമിനൻ. ഓക്കെ, എവിടുന്നായി തെറിച്ചു പോകുന്നത്? ഫ്രം എ മെറ്റാലിക് സർഫസ്. ഒരു മെറ്റലിന്റെ സർഫസ് എന്നല്ലേ തെറിച്ചു പോകുന്നത്? അതെ. അപ്പൊ അത്രയും ഞാനൊന്ന് പറയട്ടെ, ഡിഫൈൻ ചെയ്യാണ് വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഈസ് ദ ഫിനോമിനൻ, പ്രതിഭാസമാണ്, ഫിനോമിനൻ ഓഫ് ejection of electron, phenomenon of ejection of electron from metal surface. എവിടെ നിന്നുമാണ് ഇജക്ട് ചെയ്യുന്നത്?
മെറ്റലിന്റെ സർഫസ് ഫ്രം മെറ്റൽ സർഫസ്. മെറ്റലിന്റെ സർഫസ് നിന്നാണ് ഇജക്ട് ചെയ്യുക. ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ്. അപ്പൊ മെറ്റലിന്റെ സർഫസിൽ നിന്നും ഇലക്ട്രോൺ തെറിച്ചു പോകുന്നു. ദാ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ഞാൻ പറഞ്ഞത്. ദാ മെറ്റലിന്റെ സർഫസ്, അതിൽ നിന്നും ഇലക്ട്രോൺ തെറിച്ചു പോവുക. വെറുതെ എങ്ങനെ തെറിച്ചു പോവോ? ഇല്ല. എന്തുകൊണ്ടെന്നും കൂടെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. എപ്പോഴായി തെറിച്ചു പോകുന്നേ? എപ്പോഴാ തെറിച്ചു പോകുന്നത്? when a light of suitable frequency, when a light of എന്ന് പറഞ്ഞാലും ഫോട്ടോൺ ഓഫ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. കാരണം ലൈറ്റ് തന്നെയാണ് എന്ത്? ഫോട്ടോൺ. സോ when a light of അഥവാ ഫോട്ടോൺ ഓഫ് suitable frequency, ഒരു കറക്റ്റ് ഫ്രീക്വൻസി ഉള്ള, ഫ്രീക്വൻസിയിലേക്ക് ഞാൻ കടക്കാം. ഫ്രീക്വൻസി fall on it or falls on it, അതിൽ വന്നിട്ട് ഫോൾ ചെയ്യുന്ന സമയത്ത്, ഒരു suitable ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് അതിൽ വന്ന് ഫോൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഈ മെറ്റലിന്റെ സർഫസിൽ ഒന്ന് ഫോൾ ചെയ്യുന്ന സമയത്ത് മെറ്റലിന്റെ സർഫസിൽ നിന്നും ഇലക്ട്രോൺ പുറത്തേക്ക് തെറിച്ചു പോകുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. എന്താ വിളിക്കുക? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഓക്കെ, ഇത് ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് ഹെൻറി ചർച്ച്. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് ഒരു മെറ്റലിന്റെ സർഫസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ മെറ്റലിന്റെ സർഫസിൽ നിന്നും ഇലക്ട്രോൺ പുറത്തേക്ക് എന്ത് ചെയ്യുന്നു? തെറിച്ചു പോകുന്നു. വെറുതെ തെറിച്ചു പോകില്ല. ആ മെറ്റലിലേക്ക് നല്ല അനുയോജ്യമായ ഒരു കറക്റ്റ് ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. റെഡി? അതിലേക്ക് ഞാൻ കടക്കാം. ഏത് ലൈറ്റ് വന്ന് ഫോളോ ചെയ്യണം, എന്തുകൊണ്ട് അങ്ങനെയെന്നുള്ളതിലേക്ക് ഞാൻ കടക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് മീൻസ്? ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്ന, ഇലക്ട്രോൺ തെറിച്ചു പോകുന്ന ഫിനോമിനൻ ആണ്. എപ്പോഴാണ് സംഭവിക്കുന്നത്? വെൻ എ ലൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഫോട്ടോൺ ഓഫ്, വെൻ എ ലൈറ്റ് ഓഫ് അഥവാ ഫോട്ടോൺ ഓഫ് suitable frequency falls on it. ഒരു അനുയോജ്യമായ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ഒന്ന് ഫോളോ ചെയ്യുന്ന സമയത്ത്. റെഡി? അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇജക്റ്റിംഗ് ഇലക്ട്രോൺ, തെറിച്ചു പോകുന്ന ഇലക്ട്രോൺ ഇല്ലേ, ഇജക്റ്റിംഗ് ഇലക്ട്രോൺ, തെറിച്ചു പോകുന്ന ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺ. എന്താ പറയാ? ഫോട്ടോ ഇലക്ട്രോൺ. ഫോട്ടോ ഇലക്ട്രോൺ. റെഡി? ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് കുറച്ച് ഒബ്സർവേഷൻസ് ഉണ്ട്. ആ ഒബ്സർവേഷൻസ് പറയണമെങ്കിൽ എനിക്ക് മറ്റൊരു ഡയഗ്രാം വരയ്ക്കണം. NCERT തന്നിട്ടുള്ള ഒരു ഡയഗ്രാം. ഇതൊരു ഗ്ലാസ് ട്യൂബാണ്. ഏതാണ്ട് അതുപോലെ ഉണ്ട്. ഈ ഗ്ലാസ് ട്യൂബിന്റെ അകത്ത് മക്കളെ, ഈ റെഡിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ഒരു മെറ്റലാണ്. ആരാണ്? മെറ്റൽ. ഇവിടെ ഒരാളുണ്ട്, അതിനെ ഞാൻ ഡിറ്റക്ടർ എന്ന് വിളിച്ചു. മൂപ്പരെ പേരെന്താട്ട്? ഡിറ്റക്ടർ. ഡിറ്റക്ട് ചെയ്യാന്നാണ് എന്താ? കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന ആള്, കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഡിറ്റക്ടർ എന്ന് പറയാം. ഒരു ഡിറ്റക്ടർ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു മെറ്റലുണ്ട്. ഓക്കെ, ഡിറ്റക്ടർ പോസിറ്റീവ് പൊളാരിറ്റി ആണ്, മെറ്റല് നെഗറ്റീവ് പൊളാരിറ്റി ആണ്. റെഡി? ഇത് തമ്മിൽ ഒരു കോൺസ്റ്റന്റ് DC സോഴ്സുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഒരു DC സോഴ്സ്. ഇവിടെ അമ്മീറ്റർ എടുത്തിട്ടുണ്ട്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് അമ്മീറ്റർ എടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് ട്യൂബാണ്. ഈ ഗ്ലാസ് ട്യൂബിലൂടെ ഇലക്ട്രോൺ ലൈറ്റ് അടിപൊളിയായിട്ട് കിടക്കും. അപ്പോ ഇതൊരു മെറ്റലിന്റെ പീസും. മെറ്റലിന്റെ പീസിൽ ആരുണ്ട് മക്കളെ? ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ലൈറ്റ് ഇതിലേക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ, ഇത് കവർ ചെയ്തിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ ഗ്ലാസ് ട്യൂബിലേക്ക് ലൈറ്റ് ഫോളോ ചെയ്യും. ലൈറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റ് ഒന്ന് മെറ്റലിൽ ഒന്ന് ഹിറ്റ് ചെയ്യും. മെറ്റൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് സംഭവിക്കും. ആ മെറ്റലിന്റെ പ്രതലത്തിലുള്ള സർഫസിലുള്ള ഇലക്ട്രോണ് തെറിച്ചു പോകും. തെറിച്ച് അന്തം വിട്ട് പുറത്തേക്ക് പോകൂല. എന്താ അന്തം വിട്ട് പുറത്തേക്ക് പോവാത്തതിന്റെ കാരണം ഇതൊരു പോസിറ്റീവ് പൊളാരിറ്റി ഉള്ള പ്ലേറ്റ് അല്ലേ? പോസിറ്റീവ് പൊളാരിറ്റി ഉള്ള പ്ലേറ്റ് ആണിത്. ഇതാണെങ്കിലോ നെഗറ്റീവ് പൊളാരിറ്റി ഉള്ള പ്ലേറ്റും. ഈ വരുന്ന ആളാരാ? ഇലക്ട്രോൺ.
നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ എവിടേക്കെങ്കിലും പോവില്ല. അത് വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി എങ്ങോട്ടേ വരുള്ളൂ, ഈ പറയപ്പെടുന്ന പോസിറ്റീവ് പ്ലേറ്റിലേക്കേ വരുള്ളൂ. ഈ പോസിറ്റീവ് പ്ലേറ്റിലേക്ക്, ഈ ഡിറ്റക്ടറിലേക്ക് ഈ ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ഇതൊരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയ പോലെ ഉണ്ടാവും. ഇലക്ട്രോൺ ഇങ്ങനെ ഫ്ലോ ചെയ്യാണ് മക്കളെ. എവിടുന്ന്? നെഗറ്റീവ് പോസിറ്റീവിലേക്ക്. സർക്യൂട്ട് കംപ്ലീറ്റ് ആയ പോലെ ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് ഈ അമ്മീറ്ററിൽ ഒരു കറണ്ട് റീഡിങ് കാണാൻ പറ്റും. അമ്മീറ്ററൊക്കെ എന്താണെന്ന് അറിയാലോ, കറണ്ട് മെഷർ ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് അമ്മീറ്റർ. ഈ അമ്മീറ്ററിൽ നമുക്കൊരു കറണ്ട് റീഡിങ് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് സംഭവിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കിയേ? ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് തെറിക്കും, ഇജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ തെറിച്ചു പോകും. എവിടേക്കെങ്കിലും തെറിച്ചു പോലെ ഈ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് തെറിച്ചു വരും. പോസിറ്റീവ് പ്ലേറ്റിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് തെറിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കറണ്ട് റീഡിങ് ഉണ്ടാവുന്ന ഞാൻ പറയാം. കാരണം സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ബേസിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ കുറച്ച് ഒബ്സർവേഷൻസ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. നമുക്ക് ആ ഒബ്സർവേഷൻസ് ഓരോന്നായിട്ട് കാണാം. ഓക്കെ, റെഡി? ഫൈൻ. ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, മക്കളെ ഈ ലൈറ്റ് ഒന്ന് ഫോളോ ചെയ്യാനും ഇവിടുന്ന് ഇലക്ട്രോൺ തെറിച്ചു പോകാനായിട്ട് അതിന്റെ ഇടയിൽ ടൈം ലാഗ് ഒന്നുമില്ല. സമയത്തിന്റെ ലാഗ് വരുന്നില്ല, സമയം ഒരുപാട് എടുക്കുന്നില്ല. ലൈറ്റ് എപ്പോഴാണോ ഒന്ന് ഫോളോ ചെയ്യുന്നത് സ്പോട്ടിൽ ഇലക്ട്രോൺ തെറിച്ചു പോകും. വിത്തിൻ സെക്കൻഡ്സ് ആ പരിപാടി നടക്കും. അതായത് ലൈറ്റ് വന്ന് ഒരു മിനിറ്റ് ഇങ്ങനെ ലൈറ്റ് വന്ന് റെസ്റ്റ് എടുത്തിട്ടല്ല അവിടുന്ന് ഇലക്ട്രോൺ തെറിച്ചു പോവുക. ലൈറ്റ് വന്ന സ്പോട്ടിൽ ഇലക്ട്രോൺ തെറിച്ചു പോകും. ആ 3 ഒബ്സർവേഷൻസ് ചോദിക്കാറുണ്ട്, ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഫസ്റ്റ് ഒബ്സർവേഷൻ. ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ തെറിച്ചു പോകുന്നതും ആൻഡ് ഇൻസിഡന്റ് ഓഫ് അല്ലെങ്കിൽ ഇൻസിഡൻസ് ഓഫ് ലൈറ്റ് വന്ന് പതിക്കുന്നതും ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്നതും തമ്മിൽ ടൈം ലാഗ് ഒന്നുമില്ല. സോ അതാണ് ഫസ്റ്റ് പോയിന്റ്. ദർ ഈസ് നോ time lag between falling of light and ejection of electrons. ഈ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്താ വിളിക്കുക? ഫോട്ടോ ഇലക്ട്രോൺസ്. കാരണം ഫോട്ടോൺസ് ആണ് ആ ഇലക്ട്രോണെ തട്ടിത്തെറിപ്പിക്കുന്നത് അല്ലെ. വരുന്ന ലൈറ്റിലെ ഫോട്ടോൺസ് ആണ്. ഓരോ ഫോട്ടോൺസും വന്നിട്ടാണ് ഓരോ ഇലക്ട്രോണെ തട്ടിത്തെറിപ്പിക്കുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ തട്ടിത്തെറിപ്പിക്കുന്നത്? ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ അല്ലേ. ഇപ്പോ ഇത് ഇലക്ട്രോൺ ആണ്, ഒരു പാർട്ടിക്കിൾ ആണെന്ന് വെച്ചോ. ഇതിലേക്ക് ഒരു ഫോട്ടോൺ വന്നു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഹിറ്റ് ചെയ്യും. അപ്പോഴാണ് ഈ ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ പുറത്തേക്ക് പോവുക. അപ്പൊ വ്യക്തമായ രീതിയിൽ മനസ്സിലായിട്ടുണ്ട്, ഈ ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ വന്ന് ഓരോ ഫോട്ടോൺ വരുമ്പോൾ 100 ഫോട്ടോ വന്നാൽ 100 ഇലക്ട്രോൺ ഇവിടുന്ന് തെറിച്ചു പോകും. ആ തെറിച്ചു പോകുന്ന ഇലക്ട്രോൺ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺ. അപ്പോ ലൈറ്റിന് ഒരു വ്യക്തമായ പാർട്ടിക്കിൾ ക്യാരക്ടർ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഫിനോമിനൻ തന്നെയാണ് കേട്ടോ, അല്ലെ. അതുകൊണ്ടാണ് പാർട്ടിക്കിൾ ആയിട്ടുള്ള ഇലക്ട്രോൺസ് തെറിച്ചു പോകുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക് ഇവിടെ പറഞ്ഞത്. പാർട്ടിക്കിൾ ക്യാരക്ടറിനെ മീൻ ചെയ്യുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് തന്നെ പറയും. സെക്കൻഡ് ഒബ്സർവേഷൻ ശ്രദ്ധിക്കണേ. സെക്കൻഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക. അപ്പൊ ഇതെങ്ങനെ ടൈം ലാഗ് ഇല്ലാന്ന് എങ്ങനെ മനസ്സിലായേ? മേ ബി അവരിതിനെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും, ലൈറ്റ് ഫോളോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ കറണ്ട് റീഡിങ് എന്താ? 0. പെട്ടെന്ന് ലൈറ്റ് കാണാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുത്തി കഴിഞ്ഞാൽ ലൈറ്റ് ഫോളോ ചെയ്യും, ഇലക്ട്രോൺ തെറിച്ചു വരും. ഇലക്ട്രോൺ തെറിച്ചു വന്നു കഴിഞ്ഞാൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അഥവാ ഇലക്ട്രോൺ ഫ്ലോ ചെയ്തു നെഗറ്റീവ് പോസിറ്റീവിലേക്ക് ഡിറ്റക്ടറിൽ വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറണ്ട് റീഡിങ് കാണാൻ പറ്റും. അപ്പൊ ലൈറ്റ് വന്ന സ്പോട്ടിൽ അവിടെ അമ്മീറ്റർ ചലിച്ചിട്ടുണ്ടായേക്കാം, അമ്മീറ്ററിൽ റീഡിങ് കണ്ടിട്ടുണ്ടായേക്കാം. അതുകൊണ്ടാണ് ലൈറ്റ് ഒന്ന് ഫോളോ ചെയ്യുന്നതും ഇലക്ട്രോൺ തെറിച്ചു പോകുന്നതും തമ്മിൽ ടൈം ലാഗ് ഇല്ല എന്ന് പറഞ്ഞത്. റെഡി? മൂവ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയിന്റ് ഇപ്പോൾ ഓർത്തിരുന്നല്ലോ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിലേ പോകുന്നുണ്ടല്ലോ. നെക്സ്റ്റ് പോയിന്റ് അപ്പൊ എന്തായിരിക്കും? ഇതിലേക്ക് നല്ല ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് കൊടുക്കുമ്പോൾ, നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരേ സമയം ഒരുപാട് ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇജക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ഇന്റൻസിറ്റി എന്താ? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നെസ്, ലൈറ്റിന്റെ തീവ്രത. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസസ്
ലൈറ്റിന് ഇന്റൻസിറ്റി കൂടിയാൽ then number of photons ejected also increases. Intensity of light increases, then the number of photons ejected also increases. ലൈറ്റിന് ഇന്റൻസിറ്റി കൂടുകയാണെങ്കിൽ ഇജക്ട് ചെയ്യുന്ന ഫോട്ടോൺസിന്റെ എണ്ണം എന്താകുന്നുണ്ട്, കൂടുന്നുണ്ട്. അതാണ് സെക്കൻഡ് ഒബ്സർവേഷൻ. റെഡി? മൂവ് ടു ദ തേർഡ് ഒബ്സർവേഷൻ. ഞാനിത് ഇറേസ് ചെയ്യാണ്, സ്പേസ് ഇല്ല, ഇറേസ് ചെയ്യാണ്. തേർഡ് ഒബ്സർവേഷനും കൂടെ നോക്കാം. തേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഓരോ മെറ്റലിനും ഒരു വരുന്ന ലൈറ്റിൽ വരുന്ന ലൈറ്റിന് ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കില്ലേ? വരുന്ന ലൈറ്റിന് ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അതായത് വരുന്ന ലൈറ്റിനൊരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അപ്പൊ ഈ മെറ്റലിൽ നിന്നും ഇലക്ട്രോൺ തെറിച്ചു പോകണമെങ്കിൽ ഒരു മിനിമം ഫ്രീക്വൻസി എങ്കിലും ആ മെറ്റലിന് വേണം. വരുന്ന ലൈറ്റിന് വേണം. വരുന്ന ലൈറ്റിന് ഒരു മിനിമം എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി എങ്കിലും വേണം. മെറ്റലിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്, വരുന്ന ലൈറ്റിന് ഒരു ഫ്രീക്വൻസി ഉണ്ടെന്ന് പറഞ്ഞു. ലൈറ്റിന് ഒരു ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അതിനെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റിന്റെ അല്ലെങ്കിൽ ആ ഫോട്ടോന്റെ എന്ത് കിട്ടും? എനർജി കിട്ടും. റെഡിയാണ്? അപ്പൊ വരുന്ന ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി എങ്കിലും ഉണ്ടായിരിക്കണം. ആ ഫ്രീക്വൻസിക്കും താഴെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ എന്ത് ചെയ്യില്ല? ഇജക്ട് ചെയ്യില്ല. പറഞ്ഞത് മനസ്സിലായോ? ഈ വരുന്ന ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി എങ്കിലും വേണം. ആ ഫ്രീക്വൻസിക്ക് താഴെയുള്ള ലൈറ്റ് ആണ് വരുന്നതെങ്കിൽ, താഴെയുള്ള ഫോട്ടോൺ ആണ് വരുന്നതെങ്കിൽ ഇവിടുന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് ചാടൂല. അങ്ങനെ കണ്ണി കണ്ടവരൊക്കെ വന്നു കഴിഞ്ഞാലൊന്നും പുറത്തേക്ക് ഇതിനെ തള്ളാൻ പറ്റൂല. ഈ വരുന്ന ആൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ശക്തിയെങ്കിലും ഉണ്ടായിരിക്കണം, ഒരു പരിധിയിൽ കൂടുതൽ എനർജി എങ്കിലും ഉണ്ടായിരിക്കണം. മക്കളെ, എനർജി എന്ന് പറഞ്ഞാൽ അത് ഫ്രീക്വൻസി തന്നെയാണ് കേട്ടോ. മീൻസ് എനർജി കൂടുക എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടുക എന്നാണ് അർത്ഥം. കാരണം എന്താ? ഇത് കോൺസ്റ്റന്റ് ആണ്. ഇത് മൂപ്പര് എന്ത് ചെയ്താലും അനങ്ങൂല. ഇത് കോൺസ്റ്റന്റാ. ഫ്രീക്വൻസി കൂടിയാലേ എനർജി കൂടുള്ളൂ. അതാ പറഞ്ഞത്. അപ്പോ വരുന്ന ലൈറ്റിന് ഒരു മിനിമത്തിൽ കൂടുതൽ ഫ്രീക്വൻസി എങ്കിലും വേണം, ഒരു പരിധിയിൽ കൂടുതൽ ശക്തിയെങ്കിലും വേണം. എന്നാലേ ഇവിടുന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ മിനിമത്തിൽ കൂടുതലുള്ള ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. എന്താ പറയാ? ത്രെഷോൾഡ് ഫ്രീക്വൻസി. സോ പറയാനുള്ളത്, ഇൻസിഡന്റ് ഫോട്ടോൺ ഷുഡ് ഹാവ് a minimum frequency. വരുന്ന ഫോട്ടോണിന്, വന്ന് പതിക്കുന്ന ഫോട്ടോണിന് അതിനൊരു മിനിമം ഫ്രീക്വൻസി എങ്കിലും വേണം. ഓക്കെ, മിനിമം ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസി വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, below which no photoelectric effect observed. Below which no photoelectric effect observed. below which എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം ഫ്രീക്വൻസിയിലും വേണമെന്ന് പറഞ്ഞു. ഒരു പരിധിയിൽ കൂടുതൽ ശക്തിയെങ്കിലും വേണം. അതിലും കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉണ്ടാവില്ല. below which no photoelectric effect observed. ഒരു മിനിമെങ്കിലും വേണം. ആ മിനിമത്തിനെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. മക്കളെ, ഒരു മിനിമം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മിനിമം എനർജി ഉണ്ടാവും. കാരണം ഫ്രീക്വൻസി എന്താണ് അവസ്ഥ, അതിനനുസരിച്ച് എനർജി ഉണ്ടാവും. കാരണം എച്ച് ഒരു കോൺസ്റ്റന്റാ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കൂടി കൂട്ടിക്കാം. therefore a minimum energy also needed. ഒരു മിനിമം എനർജിയും വേണ്ടി വരും. മിനിമം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മിനിമം എനർജിയും വേണം. ആ എനർജിയെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. എന്താ പറയാ? ത്രെഷോൾഡ് എനർജി എന്ന് പറയും. അതായത് ഏതാണ് ആ മിനിമം എനർജി? അതിന്റെ ശരിക്കുള്ള കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ഈ മെറ്റലിന്റെ സർഫസിൽ ആര് കിടക്കുന്നുണ്ട്? ഇലക്ട്രോൺ കിടക്കുന്നുണ്ട്. ഇലക്ട്രോണിനായിട്ട് ഒരു ചെറിയ ആകർഷണം, ചെറിയൊരു അട്രാക്ഷൻ അതിന്റെ ന്യൂക്ലിയസിന് ഉണ്ടാവും. അത് മെറ്റലിന്റെ അവസാനത്തെ ഇലക്ട്രോൺ ആകുമ്പോൾ കുറവായിരിക്കും. അത് ഈ മെറ്റലിന്റെ ആകർഷണ ബലത്തിൽ നിന്നും അഥവാ മെറ്റലിന്റെ ഫീൽഡിൽ നിന്നും വേണം വരുന്ന ലൈറ്റ് ഈ ഇലക്ട്രോണിനെ തെറിപ്പിക്കാൻ. അപ്പൊ ഈ മെറ്റലിന്റെ ഫീൽഡിൽ നിൽക്കുന്ന ഇലക്ട്രോണിന്
ഒരു എനർജി, ഒരു മിനിമം എനർജി എങ്കിലും ഇതിലേക്ക് വന്ന് ചാടിയാലേ ഈ ഇലക്ട്രോൺ ഇവിടുന്ന് പുറത്തേക്ക് പോകുള്ളൂ. അല്ലാണ്ട് ഏതെങ്കിലും ലൈറ്റ് ഒന്ന് ഫോളോ ചെയ്തെന്നാലും ഒന്നാലൊന്നും ഈ ഇലക്ട്രോൺ ഇവിടുന്ന് പോകില്ല. കാരണം ഇവിടെ ഒരു ചെറിയ അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ, ആ ആകർഷണം ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു ലൈറ്റ് വന്ന് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അതിനൊരു വ്യക്തമായ ഫ്രീക്വൻസിയോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. മിനിമം ഒന്നെങ്കിലും ഉണ്ടായിരിക്കണം. ആ ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഒരു മിനിമം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അവിടെ മിനിമം എനർജി ഉണ്ടെന്ന് അർത്ഥം. കാരണം ഫ്രീക്വൻസി മിനിമം ആണോ എങ്കിൽ എനർജി മിനിമം ആയിരിക്കും. കാരണം ഫ്രീക്വൻസി എനർജി നമ്മൾ ബന്ധതാണ്. അവിടെ ഒരു റോൾ ഇല്ലാത്ത ആളാണ്. റെഡി? ആ എനർജിയെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയും. അതല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയും. ത്രെഷോൾഡ് എനർജി അതല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോ പ്രധാനമായിട്ടുള്ള 3 ഒബ്സർവേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. ഒബ്സർവേഷൻ നമ്പർ 1, there is no time lag between the incident there is no time lag between the ejection of electron and falling of light on metal. Okay, മെറ്റലില് വന്ന് ലൈറ്റ് ഫോളോ ചെയ്യുന്നതും ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്നതും തമ്മിൽ ടൈം ലാഗ് ഒന്നുമില്ല. നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റ് എന്താണ്? ഇഫ് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ഇൻക്രീസസ്, വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുകയാണെങ്കിൽ ഒരേ സമയം ഒരുപാട് ഫോട്ടോൺസ് എന്ത് ചെയ്യും, പുറത്തേക്ക് ചാടും. then the number of photons ejected also increases. Okay, third point എന്ന് പറയുന്നത് ഇൻസിഡന്റ് ഫോട്ടോൺ ഷുഡ് ഹാവ് എ മിനിമം ഫ്രീക്വൻസി. വരുന്ന ഫോട്ടോണിന് ഒരു മിനിമം ഫ്രീക്വൻസിയിൽ ഉണ്ടായിരിക്കണം. അതിന്റെ പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. എന്നാലേ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കുള്ളൂ. ബിലോ വിച്ച്, അതിന് താഴെ നോ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒബ്സർവ്ഡ്. ഓക്കെ, ഇഫ് ദർ ഇസ് എ മിനിമം ഫ്രീക്വൻസി ദെൻ ദർ ഇസ് എ മിനിമം എനർജി ഓൾസോ. മിനിമം എനർജി, ആ എനർജി വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. ത്രെഷോൾഡ് എനർജി. ഓക്കെ, ഇനി നോട്ടായിട്ട് ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ദ ഇജക്ടിങ് ഇലക്ട്രോൺ ഹാവ്, മക്കളെ ഈ തെറിച്ചു പോകുന്ന വസ്തുവിന് ആരാ പോണേ? ഇലക്ട്രോൺ അല്ലേ. ഇലക്ട്രോൺ ഒരു മാസ് ഇല്ലേ? ഉണ്ട്. നല്ല സ്പീഡിൽ തെറിച്ചു പോകുന്ന ഇലക്ട്രോൺ മാസും ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. അപ്പൊ അതിനൊരു ഗതികോർജ്ജം ഉണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും. ദ ഇജക്ടിങ് ഇലക്ട്രോൺ ഹാവ് എ കൈനറ്റിക് energy which increases, ഒരു kinetic energy ഉണ്ടാവും which increases with the increase in frequency. അത് കൂടുന്നത് എന്ത് കൂടുന്നതിനനുസൃതമായിട്ടായിരിക്കും? ഫ്രീക്വൻസി കൂടുന്നതിനനുസൃതമായിട്ടായിരിക്കും. സോ ദ ഇജക്ടിങ് ഇലക്ട്രോൺ ഹാവ് എ കൈനറ്റിക് എനർജി. പുറത്തേക്ക് തെറിച്ചു പോകുന്ന ഇലക്ട്രോൺ ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും വിച്ച് ഇൻക്രീസസ്. അത് കൂടുന്നത് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടിയാലേ പുറത്തേക്ക് തെറിച്ചു പോകുന്ന ഇലക്ട്രോണിന്റെ വേഗത കൂടുള്ളൂ കേട്ടോ. ഇന്റൻസിറ്റി, തീവ്രത കൂടിയ ഒരേ സമയം ഒരുപാട് ഇലക്ട്രോൺ തെറിച്ചു പോകുന്ന പറഞ്ഞ്. എണ്ണം കൂടും ഇന്റൻസിറ്റി കൂടിയ. പക്ഷേ വരുന്ന ഫോട്ടോന്റെ ഫ്രീക്വൻസി നല്ല ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ എന്ത് കൂടി എന്നർത്ഥം? ഫ്രീക്വൻസി കൂടിയാൽ എന്ത് കൂടി? എനർജി കൂടി. അപ്പോ ഇവിടുന്ന് പെട്ടെന്ന് നല്ല രീതിയിൽ ആർക്ക് വരാം? വരുന്ന ഇലക്ട്രോണിന് നല്ല സ്പീഡിൽ എന്ത് ചെയ്യാം? തെറിച്ചു പോകാൻ പറ്റും. അഥവാ പോകുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്താവും? കൂടും എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇനി ഇതിന്റെ കുറച്ച് മാത്തമാറ്റിക്കൽ ഐഡിയ ഉണ്ട്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും കാര്യങ്ങളും പറഞ്ഞ പ്രോബ്ലംസും പറയാനുണ്ട്. നമുക്കത് നോക്കാം. അതിന്റെ മാത്തമാറ്റിക്കൽ റിലേഷൻസിലേക്ക് ഞാൻ കടക്കുകയാണ്. ശ്രദ്ധിക്കുക. മാത്തമാറ്റിക്കൽ റിലേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം കുറച്ച് ടേമുകൾ നിങ്ങൾ അറിയാം. ആദ്യത്തെ ടേം ന്യൂ. ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ, ഒന്ന് പതിക്കുന്ന ലൈറ്റിന്റെ അഥവാ ഫോട്ടോണിന്റെ ഫ്രീക്വൻസി. ഫ്രീക്വൻസി ആണ് ന്യൂ എങ്കിൽ എച്ച് ന്യൂ എന്തായിരിക്കും? എനർജി. എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ. അടുത്ത ടേം കേട്ടോളൂ, ന്യൂ സീറോ. ന്യൂ സീറോ. ന്യൂ സീറോ എന്ന് പറയുന്നത് ത്രെഷോൾഡ് ഫ്രീക്വൻസി. എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി? അതെന്താ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് ഞാൻ പറഞ്ഞു. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആ മിനിമം ഫ്രീക്വൻസി, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം ഫ്രീക്വൻസി. ന്യൂ സീറോ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണെങ്കിൽ എച്ച് ഇൻറ്റു ന്യൂ സീറോ അതെന്താ വരിക? ത്രെഷോൾഡ് എനർജി. ത്രെഷോൾഡ് എനർജി. റെഡി? ഈ ത്രെഷോൾഡ് എനർജിയെ വിളിക്കുന്ന വേറെ പേരാണ് വർക്ക് ഫംഗ്ഷൻ.
അതല്ലെങ്കിൽ ബൈൻഡിങ് എനർജി എന്നും പറയും. നിങ്ങളിപ്പോൾ തൽക്കാലം ഈ രണ്ട് പേര് പഠിക്കും. വർക്ക് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ് ഫൈ. എന്താണ് ഫൈ? ഗ്രീക്ക് ലെറ്റേഴ്സ് ഒക്കെ അറിയുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. PHI ഫൈ, PSI സൈ, CHI കൈ. കൈ, ഫൈ, സൈ, കൈ. ചിലപ്പോൾ ചിരിയൊക്കെ വരുന്നുണ്ടാവും കൈ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ അങ്ങനെയാണ് മക്കളെ. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിരി ഉണ്ടാവില്ല. എന്താണത്? അത് PI പൈ. ഇത് പൈ എന്ന് പറയാമെങ്കിൽ ഇത് കൈ എന്ന് പറഞ്ഞോളണം കേട്ടോ. ഓക്കെ, നമ്മൾ ബേസിക് കൺസെപ്റ്റിലൊക്കെ കേട്ടിട്ടുണ്ട് കൈ. റെഡി? പൈ നമ്മൾ ഓൾറെഡി കേട്ട് പരിചയമുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും തോന്നൂല, കണക്ഷൻ തോന്നില്ല. ലൈക്ക് ദാറ്റ്. CHI കൈ യൂഷ്വൽ ആണ്. അതിനി കണ്ട് 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 കണ്ടങ്ങ് പഠിക്കും. റെഡി? ഇനി ശ്രദ്ധിക്കാം. കൈനറ്റിക് എനർജി. K എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി. തെറിച്ചു പോകുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഓഫ് ഇജക്ടിങ് ഇലക്ട്രോൺ. അപ്പൊ ഇത്രയും റിലേഷൻസ്, ഇത്രയും ടേമുകൾ നിങ്ങൾ അറിയാം. ഇത്രയും ആളുകൾ ആരാന്നറിയാം. ഞാൻ അവരെ കണക്ട് ചെയ്യാൻ പോവാണ്. ഇത് തമ്മിൽ കണക്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഇക്വേഷൻ ഐൻസ്റ്റീന്റെ ആണ്. സോ ഐൻസ്റ്റീൻസ് ഇക്വേഷൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ചർച്ച് ആണ്. പക്ഷെ അതിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ളത് ഐൻസ്റ്റീൻ കൊടുത്ത ഇക്വേഷൻ ആണ്. ഐൻസ്റ്റീൻ പറഞ്ഞ ഇക്വേഷൻ ഇങ്ങനെയാണ്: കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു എനർജി ഓഫ് ലൈറ്റ്, എനർജി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് മൈനസ് h0, അഥവാ ത്രെഷോൾഡ് എനർജി. അത് വളരെ ഈസി അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു ഇലക്ട്രോൺ തെറിച്ചു പോകാൻ ആവശ്യമായ മിനിമം എനർജിയാണ് h0. ഈ എനർജി എങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇലക്ട്രോൺ തെറിച്ചു പോകും. വരുന്ന ലൈറ്റിന്റെ എനർജിയാണ് hν. ഈ തെറിച്ചു പോകുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയാണ് Ke. മക്കളെ, മിനിമം ഇവിടുന്ന് തെറിച്ചു പോകാൻ ആവശ്യമായ എനർജി 60 ജൂളാന്ന് വെച്ചോ. വരുന്നത് 100 ജൂളും. വരുന്ന ലൈറ്റിൽ 100 ജൂൾ ഉണ്ട്. 60 ജൂൾ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇലക്ട്രോൺ തെറിക്കും. ബാക്കി 40 ജൂൾ എന്താ കാട്ടുണ്ടാകുക? ആ തെറിച്ചു പോണ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിരിക്കും. അപ്പോ വരുന്ന ലൈറ്റിലെ എനർജിയിൽ നിന്നും ഇലക്ട്രോൺ ജസ്റ്റ് ഇജക്ട് ചെയ്യാൻ ആവശ്യമായ എനർജി, ത്രെഷോൾഡ് എനർജി എടുത്ത് ബാക്കിയുള്ളത് കൈനറ്റിക് എനർജി ആയിരിക്കും. അപ്പൊ ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന 40 എങ്ങനെയാ കിട്ടിയത്? വരുന്ന ലൈറ്റിലെ എനർജി 100 മൈനസ് ത്രെഷോൾഡ് എനർജി. ഇതാരാ? കൈനറ്റിക് എനർജി. ഇതാരാ? hν. ഇതാരാ? hν0. ഇത് സിംപിളി ചിന്തിച്ചപ്പോൾ മനസ്സിലായില്ലേ? അതന്നെയാണ് ഇക്വേഷൻ. സോ തെറിച്ചു പോകുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വരുന്ന ലൈറ്റിലെ എനർജിയിൽ നിന്നും അതിന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യമായ എനർജി ലെസ് ചെയ്താൽ മതി. ഇവിടെ നിന്നും വേണമെങ്കിൽ h നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. സോ h ഓഫ് ന്യൂ മൈനസ് ν0. ഇതാണ് കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ. ഇതിന് ഇനിയും മോഡിഫൈഡ് ഫോമുകളൊക്കെ ഉണ്ട്. തൽക്കാലം മക്കള് എന്ത് പഠിക്കുക? ഈ രണ്ട് ഇക്വേഷൻസ് പഠിക്കുക. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്നും കൂടെ ഒക്കെ നോക്കിയാൽ മതി. അത്രയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിലുള്ളത്. സോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് നോക്കാം. ഇതിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അക്കോർഡിംഗ് ടു the threshold frequency ν0 for a metal is 7 × 10⁻14 second inverse. Calculate the kinetic energy of electron emitted when radiation of frequency 1 × 10⁻15 second inverse hits on metal. അപ്പോൾ ഒരു മെറ്റൽ ഉണ്ട്. ആ മെറ്റലില് ഒരു റേഡിയേഷൻ വന്ന് ഹിറ്റ് ചെയ്യുന്നു. റേഡിയേഷന്റെ ഫ്രീക്വൻസി 1 × 10⁻15 സെക്കൻഡ് ഇൻവേഴ്സ് അഥവാ ഹെഡ്സ്. ഈ മെറ്റലിൽ നിന്നും ഇലക്ട്രോൺ തെറിച്ചു പോകാൻ ആവശ്യമായ മിനിമം ഫ്രീക്വൻസി ν0. That value is 7 × 10⁻14 ഹെഡ്സ്. മക്കളോട് ചോദിച്ചത് കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ. സോ ഇവിടെ നിന്നും ഇലക്ട്രോൺ തെറിച്ചു പോയ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി. ഫൈൻ, നമുക്ക് കൈനറ്റിക് എനർജി കണ്ടോക്കാം അല്ലെ.
കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് ഇജക്ടർ ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. ന്യൂവും ന്യൂ സീറോയും സെപ്പറേറ്റ്ലി തന്നാൽ എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ ചെയ്യാം. സോ ദ വാല്യൂ ഓഫ് എച്ച് 6.626 ഇൻറ്റു 10⁻³ താൽക്കാലികമായിട്ട് ഞാൻ 6.6 എടുത്തു. ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. ന്യൂ മൈനസ് ന്യൂ സീറോ 1 ഇൻറ്റു 10⁻15 മൈനസ് ന്യൂ സീറോ 7 ഇൻറ്റു 10⁻14. രണ്ട് നമ്പറുകൾ തമ്മിൽ ലെസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ പവേഴ്സ് സെയിം ആയിരിക്കണം. സെയിം അല്ലെങ്കിൽ ആക്കണം. അപ്പൊ ഇവിടുന്ന് ഒരു 10 എടുത്ത് ഇങ്ങോട്ട് കീപ്പ് ചെയ്യാൽ മതി. അപ്പൊ ഇവിടെ 10 ഇൻറ്റു 10⁻14 ആവും. മൈനസ് 7 ഇൻറ്റു 10⁻14. സോ ഉത്തരം വരിക രണ്ട് പവേഴ്സ് സെയിം ആയ ധൈര്യമായിട്ടാണ് കുറച്ചോ 10 7 കുറച്ചു 3 3 ഇൻറ്റു 10⁻14. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എന്താണ് മക്കളെ? 6.6 ഇൻറ്റു 10⁻³ ഇൻറ്റു 3 ഇൻറ്റു 10⁻15. പവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യും. പവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്താൽ 10⁻⁻20. ബാക്കി മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 ഇൻറ്റു 6 18, പിന്നെ ഒരു 0.6 1.8 18 പ്ലസ് 1.8 19.8. 19.8നേക്കാൾ കുറച്ച് കൂടും. കാരണം ഞാൻ അവിടെ നിന്ന് 26 ഒഴിവാക്കിയിട്ടുണ്ട്. അത്രയും ജൂളാണ് ആൻസർ. ഓക്കെ, റെഡി?